ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് കിർച്ചോഫ്സ് ലോസ് ആണ്. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ നമ്മൾ വിളിക്കുന്ന പേരാണ് ജംഗ്ഷൻ റൂൾ. ഫസ്റ്റ് ലോ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജംഗ്ഷൻ റൂളാണ്. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ വിളിക്കുന്ന പേര് ജംഗ്ഷൻ റൂൾ, അല്ലെങ്കിൽ വേറൊരു പേരൂടെ നമുക്ക് വിളിക്കാം കറണ്ട് റൂൾ. ഓക്കെ, അപ്പോൾ പരീക്ഷയിൽ 3 രീതിക്ക് എങ്ങനെ വേണോ ചോദിക്കാം. എന്താണ് ജംഗ്ഷൻ റൂൾ എന്ന് ചോദിക്കാം, എന്താണ് കറണ്ട് റൂൾ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ എന്താണെന്ന് ചോദിക്കാം. വെരി സിമ്പിളാണ്. ഒരു ജംഗ്ഷനിലോട്ട് ഞാനിപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷൻ എടുത്തെന്ന് വിചാരിച്ചു. ഈ ഒരു ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്ത 2 കറണ്ടുകളാണ് I1 I2. അപ്പോൾ കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂൾ പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ എടുത്തു. ഈ എ എന്നുള്ള ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്ത 2 കറണ്ടുകളാണ് I1 I2. അതുപോലെ തന്നെ ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്തത് 3 കറണ്ടായിട്ടാണ് I3 I4 I5. അപ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ ഒരു സർക്യൂട്ട്, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൻ്റെ ഒരു ജംഗ്ഷനിലോട്ട് വന്ന 2 കറണ്ടുകൾ I1 I2. അവിടെ നിന്ന് ലീവ് ചെയ്ത കറണ്ടുകൾ I3 I4 I5. അപ്പോൾ കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദി ഓൾജിബ്രായിക് സം ഓഫ് ദി കറണ്ട് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് 0. ദി ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് 0. അതായത് ഒരു ജംഗ്ഷനിലോട്ട് വന്ന കറണ്ടും ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്ത കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ വന്ന കറണ്ടുകൾ ആരൊക്കെയാണ്? I1 പ്ലസ് I2. ഇത് ഈക്വൽ ആയിട്ടുള്ള കറണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? തിരിച്ചു പോകുന്നത്. അതായത് ആ ജംഗ്ഷനിൽ വെച്ച് കറണ്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. തിരിച്ചു പോകുന്ന കറണ്ട് ആരൊക്കെയാണ്? I3 ആയിട്ടും I4 ആയിട്ടും I5 ആയിട്ടും പോകുന്നു. ഓക്കെ, അപ്പോൾ ആ ജംഗ്ഷനിലോട്ട് വന്ന കറണ്ടുകൾ I1 I2 അതിന് ഈക്വലാണ്. അവിടെ നിന്ന് ലീവ് ചെയ്ത കറണ്ടുകൾ ആരൊക്കെയാണ്? I3 I4 I5. ഈ പ്ലസ് അല്ല ഇപ്പുറത്ത് വന്നാൽ എന്താ പോകാ? മൈനസ് ആവും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ വരും I1 പ്ലസ് I2. ഈ പ്ലസ് 3 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് I3 മൈനസ് I4 മൈനസ് I5 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ദി ഓൾജിബ്രായിക് സം ഓഫ് ദി കറണ്ട് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. ഒരു ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യുന്ന മൊത്തം കറണ്ടിൻ്റെ അളവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ എൻ്റർ ചെയ്യുന്ന കറണ്ട്, ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് പോസിറ്റീവും നമ്മൾ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കിർച്ചോഫിൻ്റെ റൂൾ ഇത്രയേ ഉള്ളൂ. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ ഇത്രയേ ഉള്ളൂ. ഒരു ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യുന്ന കറണ്ടും ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ദ ഓൾജിബ്രായിക് സം ഓഫ് ദി കറണ്ട് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് 0. ഇനി കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂളിനെ നമ്മൾ വിളിക്കുന്ന പേര് ലൂപ്പ് റൂൾ. സെക്കൻഡ് റൂൾ നമ്മൾ വിളിക്കുന്ന പേര് ലൂപ്പ് റൂൾ, അല്ലെങ്കിൽ മെഷ് റൂൾ എന്ന് പറയാം. മെഷ് റൂൾ, അല്ലെങ്കിൽ വേറൊരു പേരോട് വിളിക്കാം വോൾട്ടേജ് റൂൾ. ഈ 3 പേരിൽ നമുക്ക് പറയാം. ലൂപ്പ് റൂൾ, അല്ലെങ്കിൽ മെഷ് റൂൾ, അല്ലെങ്കിൽ എന്താണ്? വോൾട്ടേജ് റൂൾ. അപ്പോൾ സെക്കൻഡ് റൂൾ പറയാൻ വേണ്ടി ഞാൻ ഒരു ഫിഗർ തൽക്കാലം വരയ്ക്കുകയാണ്. ഇതിവിടെ നോക്കില്ലോ. ഒരു സർക്യൂട്ട്. ഓക്കെ, ഇവിടെ ഒരു സെല്ലുണ്ട്. ഈ സർക്യൂട്ടിന് ഞാൻ പേര് കൊടുത്ത് A B C D E F. ABCDF. ഇപ്പോൾ ആദ്യത്തെ റെസിസ്റ്റൻസിന് നമുക്ക് R1 എന്നും ഇതിലെന്തെന്നും കൊടുക്കാം? R2 എന്നും കൊടുക്കാം. ഈ സെല്ലിൻ്റെ EMFനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? E എന്ന് കൊടുക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈ സെല്ലിൻ്റെ EMF ഇവിടെ നിന്ന് I എന്ന് പറയുന്ന കറണ്ട് എന്ത് ചെയ്യാണ്? പാസ് ചെയ്യാണ്. B എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തിയപ്പം ഈ I എന്ന കറണ്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മുകളിലോട്ട് I1ഉം ഇങ്ങോട്ട് I2 പോയി. ശരിയാണോ? ഈ I1 കറങ്ങി E എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. I2 ഇവിടെ കൂടെ കറങ്ങി E എന്നുള്ള പോയിന്റിലെത്തി. ഇവിടെ തിരിച്ച് വീണ്ടും I ആയിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ച് കയറുന്നു. ഓക്കെ, ഇത്രയാണ് സർക്യൂട്ട്. നമുക്കിനി റൂൾ എന്താണെന്ന് നോക്കാം. റൂൾ ഇത്രയേ ഉള്ളൂ. സം ഓഫ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെഷ് പരിഗണിച്ചാൽ, അല്ലെങ്കിൽ ഒരു ലൂപ്പ് പരിഗണിച്ചാൽ. എന്താണ് ലൂപ്പ്? ലൂപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങുന്നു, എവിടെ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ എയിലാണ് തുടങ്ങുന്നതെങ്കിൽ തിരിച്ച് എവിടെ തന്നെ വന്ന് നിൽക്കണം? എയിൽ വന്നിരിക്കണം. ലൂപ്പ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ഓപ്പൺ ലൂപ്പ് അല്ല, ക്ലോസ്ഡ് ലൂപ്പ്. അപ്പോൾ ഈ ലൂപ്പ് പരിഗണിച്ചാൽ ഇവിടെ കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഗുണനഫലം, ദ സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ EMF. എന്തിൻ്റെയൊക്കെയാണ്? കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഗുണനഫലത്തിൻ്റെ സം. അത് എത്ര കറണ്ട് ഉണ്ടോ അത്രയും കൂട്ടണം. അതെന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? EMFന് ഈക്വൽ ആയിരിക്കും. ഇതാണ്
ഇതാണ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ, അത് വോൾട്ടേജ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നമുക്കൊന്ന് ലൂപ്പ് എഴുതി തന്നെ നോക്കാം. ലോ നിങ്ങൾ എങ്ങനെയാണെന്നുള്ള ഡെഫിനേഷൻ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ലൂപ്പ് എഴുതി നോക്കാം. ഞാൻ ഇവിടെ ഒരു ലൂപ്പ് നോക്കിയാണ്. എ ബി ഇ എഫ് എ, എ ബി ഇ എഫ് എ. നമ്മളെപ്പോൾ ലൂപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നോ അവിടെ തന്നെ വന്നിരിക്കണം. അപ്പോൾ എയിൽ തുടങ്ങണമെങ്കിൽ എയിൽ അവസാനിക്കണം. തിരിച്ചും വരാം, ക്ലോക്ക് വൈസും പോവാം, ആൻറ്റി ക്ലോക്ക് വൈസും പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലൂപ്പ് എടുക്കുകയാണ്. അപ്പോൾ എയിൽ നിന്ന് ബി വരെ പോയി, അവിടെ കറണ്ടൊന്നുമില്ല. ഓക്കെ, അടുത്ത് ബിയിൽ നിന്ന് ഇ വരെ, അവിടെ I2 എന്ന് പറഞ്ഞ കറണ്ടുണ്ട്, R1 എന്നുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, I2 R1. തിരിച്ച് നമ്മളിങ്ങോട്ട് വരുന്നു, ഇവിടെ എയിലോട്ടെത്തുന്നു. ഇതിനിടയ്ക്ക് ഒരു EMF ഉണ്ട്, ഇനി വേറെ കറണ്ട് റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ ഈക്വൽ ടു എന്താണെന്ന് കൊടുക്കാം, E എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതി നോക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് ഇതുണ്ട്. നമ്മൾ ഒരു സെല്ലിൻ്റെ, നമ്മളിപ്പോൾ ലൂപ്പ് എടുത്ത് പോകുന്ന സമയത്ത് ഒരു സെല്ലിൻ്റെ പോസിറ്റീവിലോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നതെങ്കിൽ, ലൂപ്പ് പോസിറ്റീവിലോട്ടാണ് ചെന്ന് കയറുന്നതെങ്കിൽ നമ്മൾ EMF മൈനസ് കൊടുക്കണം. നെഗറ്റീവിലോട്ടാണ് വന്ന് കയറുന്നതെങ്കിൽ EMF എന്ത് കൊടുക്കണം, പ്ലസ് കൊടുക്കണം. ഇവിടെ നോക്കി, ഞാൻ ഈ ലൂപ്പ് ABEFA, ഇവിടെ എഫ് നിന്ന് എയിലോട്ട് പറഞ്ഞ സമയത്ത് ഈ സെല്ലിൻ്റെ നെഗറ്റീവിലോട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് കൊടുത്തത്, ക്യാപിറ്റൽ കൊടുത്തത്. ഞാൻ വേറൊരു ലൂപ്പ് നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം, അങ്ങനെ മനസ്സിലാവും. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു സെല്ലൂടെ കൊടുക്കാം. ഇവിടെ വീണ്ടും അടുത്ത് വേറെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ വീണ്ടും വേറെ സെല്ലൂടെ ഞാൻ വെച്ചു. ഇത് E1, ഇത് നമുക്ക് E2 എടുക്കാം. ഇവിടെ വേറെ റെസിസ്റ്റൻസ്, ഇതിനെ നമുക്ക് R1 എന്ന് വിളിക്കാം, ഇതിനെ R2 എന്ന് വിളിക്കാം, ഇതിനെ R3 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ E1 എന്ന് പറയുന്ന ഇതിലോട്ട് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ കറണ്ടിനെ നമുക്ക് I എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യുന്നു. E1 നിന്ന് I എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യുന്നത് ഈ ഒരു ജംഗ്ഷൻ എത്തുന്നു. മുകളിലോട്ട് പോകുന്ന കറണ്ടിനെ ഞാൻ I1 എന്നും താഴോട്ട് പേര് കൊടുത്തില്ലേ, ABCDEF, ഏത് ലെറ്ററാണോ പേര് കൊടുക്കാം. അപ്പോഴിതാ E1 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് I എന്ന് പറയുന്ന കറണ്ട് B എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തി. രണ്ട് വഴികളുണ്ട്, ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട്. ഇവിടെ എത്തി I1 ഉം ഇവിടെ എന്താണ് I2. ഓക്കെ, ഈ I1 എന്ന് പറയുന്ന കറണ്ട് നേരെ D വഴി ഇയിലെത്തുന്നു. I2 എന്ന് പറഞ്ഞ കറണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. ശരിയാണ്. അതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കണ്ട, E1 എന്ന് പറഞ്ഞ കറണ്ട് I1 ഉം E2 എന്നുള്ള സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് എന്താണ്, I2 ആണ്. അങ്ങനെ എടുക്കാം. ഞാൻ പറഞ്ഞ മാറിപ്പോയി. E1 നിന്ന് വരുന്ന കറണ്ട് I1 ഉം E2 എന്ന് പറയുന്ന കറണ്ട് I2. അപ്പോൾ ഇത് B എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എന്തായിട്ട് മാറിപ്പോകുന്നു, I ആയിട്ട് മാറുന്നു. B എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു I ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇത് നമുക്ക് ലൂപ്പ് എഴുതി വെക്കാം. ഒരിക്കലൂടെ ശ്രദ്ധിച്ചോ, E1 എന്ന് പറഞ്ഞ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് I1, E2 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് I2. B എന്നുള്ള ജംഗ്ഷനിലെത്തി I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു നമ്മൾ എന്തായിട്ട് എടുത്തു, I ആയിട്ട് എടുത്തു. ഞാൻ ഫസ്റ്റ് ലൂപ്പ് നോക്കുകയാണ്. ഫസ്റ്റ് ലൂപ്പ് ഞാൻ എടുക്കുകയാണ് ABEF. ആദ്യത്തെ ഈ താഴത്തെ ലൂപ്പാണ് എടുത്തത്, ABEF. അപ്പോൾ നമുക്കിവിടെ A എന്ന് ബിയിലോട്ട്, ഇതാ ഇവിടെ നോക്കണം, ഇവിടെ ഇതിന് ഓപ്പോസിറ്റ് ഒരു കറണ്ട് വരുന്നുണ്ടല്ലേ, I2 R2. അത് നമ്മൾ നോക്കാം. നമ്മൾ പോകുന്ന ലൂപ്പ് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് സൈന് കൊടുക്കണം, നമ്മൾ പോകുന്ന ലൂപ്പ് ഓപ്പോസിറ്റ് ആണെങ്കിൽ, കറണ്ട് ഓപ്പോസിറ്റ് വരുന്നെങ്കിൽ അതിന് എന്ത് കൊടുക്കണം, മൈനസ് I2 R2. തിരിച്ചിതാ കറങ്ങി E എന്ന് പറഞ്ഞ F, ഇവിടെ വേറെ റെസിസ്റ്റർ ഒന്നുമില്ല, F എന്ന് A, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് R1. നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്. അതിനെന്ത് കൊടുത്തു, പ്ലസ് I1 R1. ഇത്രേ ഉള്ളൂ. വ്യത്യാസം മനസ്സിലായ? നമ്മൾ A നിന്ന് B, B നിന്ന് E, ഈ B നിന്ന് Eയിലോട്ട് പോകുന്ന വഴിക്ക് E2 എന്നുള്ള സെല്ല് ഓപ്പോസിറ്റ് ഒരു കറണ്ട് നമുക്ക് എതിരെ വരുന്നുണ്ട്. എതിരെ വരണമെങ്കിൽ മൈനസ് കൊടുക്കണം. ഇത്രയുള്ള പരിപാടി. എതിരെയാണ് വരുന്നതെങ്കിൽ മൈനസ് കൊടുക്കണം. നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലോട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ അതിന് എന്ത് കൊടുക്കണം, പ്ലസ് കൊടുക്കണം. ഇനി തിരിച്ച് E നിന്ന് F, F നിന്ന് A.
എഫ് ഇന്ന് എയിലോട്ട് പറഞ്ഞെടുത്തത് വീണ്ടും ഇവിടെ ഒരു റെസിസ്റ്റർ കിടക്കണം, നമ്മൾ അതേ ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്, അതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊടുത്തു, പ്ലസ് കൊടുത്തു. ഈക്വൽ ടു, അപ്പോൾ കറണ്ട് റെസിസ്റ്റൻസും തീർന്നു. കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ പറയുന്നത് എന്താണ്, ദ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൊത്തം കൂട്ടണം, എത്ര കറണ്ട് റെസിസ്റ്റൻസ് ഉണ്ടോ അതെല്ലാം കൂട്ടണം നമ്മൾ എടുക്കുന്ന ലൂപ്പിൽ. ഈക്വൽ ടു ദ സം ഓഫ് ഇ എം എഫ്. ഇനി ഇ എം എഫ് നോക്കാം. നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ട് പോയി, അവിടെ ഇ എം എഫ് സെല്ലൊന്നുമില്ലേ, ബിയിൽ നിന്ന് ഇയിലോട്ട് പോയി, ഇവിടെ ഒരു സെല്ലിൽ കൊണ്ട് E2, ശരിയല്ലേ? നമ്മൾ ഈ സെല്ലിൻ്റെ എങ്ങോട്ടാണ് ചെന്ന് കയറുന്നത്, പോസിറ്റീവിലോട്ടല്ലേ പോകുന്നത്, ഈ സെല്ലിൻ്റെ പോസിറ്റീവ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി, കറണ്ട് അതിന് ഓപ്പോസിറ്റ് പറഞ്ഞെങ്കിൽ സെല്ല് എന്ത് കൊടുക്കുക, മൈനസ് E2. തിരിച്ച് ഇന്ന് എഫിലോട്ട് കറണ്ട് സെല്ലൊന്നുമില്ല, എഫിൽ നിന്ന് എയിലോട്ട് പോകുന്ന അടുത്തൊരു സെല്ലുണ്ട്, ആ സെല്ലിൻ്റെ നെഗറ്റീവിലോട്ടാണ് ചെന്ന് കയറുന്നത്, അല്ലെങ്കിൽ കറണ്ട് അതേ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്, അതിനെന്ത് കൊടുക്കുക, പ്ലസ് സി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലൂപ്പിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഈ റൂൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ. നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ടോപ്പിക്കാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഇതിൻ്റെ ഒരു ഡെറിവേഷനാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് ഇതിൻ്റെ ഫിഗർ ഒന്ന് സൈഡിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പറയുന്നത് ഒരു 4 റെസിസ്റ്റർ നമുക്ക് വേണം മൊത്തം. ഇതാ ഒരെണ്ണം, അടുത്ത് ഇതാ രണ്ടാമത്തെ റെസിസ്റ്റർ, അടുത്ത് മൂന്നാമത്തെ റെസിസ്റ്റർ. ഓക്കെ, ഈ 4 റെസിസ്റ്റർ ഒരു ബ്രിഡ്ജ് പോലെ, ചതുരാകൃതിയിൽ ഒരു ബ്രിഡ്ജ് പോലെയാണ് വരച്ചത്. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും നമുക്ക് എന്തറിഞ്ഞൂടാ, വാല്യൂ അറിഞ്ഞൂടാ. ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അൺനോൺ റെസിസ്റ്റൻസ്, നമുക്ക് ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ അറിഞ്ഞൂടാ, കുറച്ച് 3 അറിയായിരിക്കും, 1 അറിഞ്ഞൂടാ. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ അറിഞ്ഞൂടാ, ഇതിന് ഞാൻ P എന്ന വാല്യൂ കൊടുത്തു, ഇതിന് ഞാൻ Q എന്ന വാല്യൂ കൊടുത്തു, ഈ റെസിസ്റ്ററിന് R എന്ന്, ഈ റെസിസ്റ്ററിന് S എന്ന് വാല്യൂ കൊടുത്തു. ഈ റെസിസ്റ്ററിന് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിൽ സെല്ലുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത്രയാണ് കണക്ഷൻ വരുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, നടുക്ക്, ഈ വീറ്റ്സ്റ്റോണിൻ്റെ നടുക്ക് നമ്മൾ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് കണക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കുക, V വോൾട്ടേജ് ഉള്ളൊരു സെല്ലുണ്ട്. ഈ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ടിനെ നമുക്ക് I എന്നെടുക്കാം. ഇതിലൂടെ പേരൂടെ കൊടുക്കുക, A B C D. പേരൂടെ കൊടുക്കും A B C D. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഈ I എന്ന് പറയുന്ന കറണ്ട് ഇതാ നേരെ ഒഴുകി A എന്ന് പറഞ്ഞ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ 2 വഴികളുണ്ട്, ഒന്ന് A നിന്ന് Bയിലോട്ടും ഒന്ന് A നിന്ന് Dയിലോട്ടും. അപ്പോൾ ഈ I എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ, 2ആയിട്ട് മാറിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകുന്ന ഈ കറണ്ടിനെ നമുക്ക് I1 എന്നും, താഴോട്ട് ആരോ ശ്രദ്ധിക്കുക, ആരോ മാറിപ്പോലെ താഴോട്ട് പോകുന്ന കറണ്ടിനെ നമുക്ക് I2 എന്ന് എടുക്കാം. ശരിയാണോ? ഇനി I1 എന്ന് പറയുന്ന കറണ്ട് ഇതാ B എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തി. I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തി, B എന്ന് പറഞ്ഞ ജംഗ്ഷൻ. ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, വീണ്ടും 2 വഴികൾ, ഒന്ന് താഴോട്ടും ഒന്ന് ഇങ്ങോട്ട് Qയിലോട്ട്. അപ്പോൾ ഇവിടെ നോക്കുക, താഴോട്ട് ഗാൽവനോമീറ്ററിലോട്ട് വന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ IG എന്ന് ഞാൻ എടുത്തു. അതുപോലെ Qയിലോട്ട് പോയ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്തെന്ന് കൊടുക്കാം, I3 എന്ന് കൊടുക്കാം. അതിൻ്റെ പേര് I3 എന്ന് എടുത്തു. പരിപാടി മനസ്സിലായോ? ഇനി ഈ I2 എന്ന് പറഞ്ഞ കറണ്ട് ഇതാ Dയിലെത്തിച്ചേർന്ന്, അതുപോലെ നോക്കണേ ഗാൽവനോമീറ്ററിൽ നിന്ന് വരുന്ന ഈ IG എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തി, Dയിലെത്തി. അപ്പോൾ ഈ 2 കറണ്ടും കൂടെ നമുക്ക് കൂടിച്ചേർന്ന് ഒറ്റ കറണ്ടായിട്ട് മാറി I4. ഒറ്റ കറണ്ടായിട്ട് മാറി എന്താണ്, I4. ഇനി Bന്ന് Cയിലോട്ട് I3 വരുന്നുണ്ട്, Dന്നും Cയിലോട്ട് I4 വരുന്നുണ്ട്. ഇവന്മാർ 2 കൂടെ വീട്ടിൽ ചേർന്ന് വീണ്ടും എന്തായിട്ട് മാറി, I ആയിട്ട് മാറി തിരിച്ചെത്തി. ഇത്രയുള്ള വഴി. ഇത് കൺഫ്യൂഷനാണ്, ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചു. ഈ സെല്ലിൽ നിന്ന് I എന്ന് പറയുന്ന കറണ്ട് വന്നു, A എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തി. Aയിലെത്തിയപ്പോൾ I 2ആയിട്ട് മാറി, I1ഉം താഴോട്ട് I2. ഇനി ഈ I1 നേരെ Bയിലെത്തി. ഇവിടെ എത്തിയിട്ട് വീണ്ടും 2 വഴിയിലോട്ട് പോയി. Cയിലോട്ട് പോയ കറണ്ട് I3, Bന്ന് Dയിലോട്ട് വന്ന കറണ്ട് IG. ഇത്രയുള്ള പരിപാടി. ഇനി നേരെ നോക്ക്, ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് നേരത്തെ വന്ന I2 എന്ന് പറഞ്ഞ കറണ്ടും മുകളിൽ നിന്ന് പറഞ്ഞ IGയും കൂടെ Dയിൽ വെച്ച് എന്തായിട്ട് മാറി, I4. ഇനി ഈ I3 I4 കൂടെ വീണ്ടും എന്തായിട്ട് മാറി, I ആയിട്ട് മാറി. ഇനി നമുക്കിതെങ്ങനെയാണ് റൂൾ കൊടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് ലൂപ്പ് റൂൾ. ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇവിടെ എടുക്കണം. ഞാൻ ഇവിടെ എടുത്ത ആദ്യത്തെ ലൂപ്പ് AB
ഈ ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി ഡി എ, ശരിയല്ലേ? ഫസ്റ്റ് ഇവിടെ നോക്ക്, എ എന്ന് ബി, ഇവിടെ ഉള്ള കറണ്ട് ആരാണ്? I1, റെസിസ്റ്ററിൻ്റെ വാല്യൂ പി. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? I1P, സെയിം ഡയറക്ഷനാണ് I1P. ഓക്കെ, അടുത്ത് ബി എന്ന് ഡി, നമുക്ക് അതേ ഡയറക്ഷനാണ് കറണ്ട് ഒഴുകുന്നത്. ഇവിടുത്തെ കറണ്ട്, ഗാൽവനോമീറ്ററിലെ കറണ്ട് പ്ലസ് IG, അടുത്ത റെസിസ്റ്റർ ക്യാപിറ്റൽ G, IGG. ഇനി നോക്ക് ഡി എന്ന് എയിലോട്ട്, ഇതെല്ലാം ലൂപ്പ് എ ബി ഡി എന്ന് പറയാം. ഫസ്റ്റ് എ എന്ന് ബി, അടുത്ത് ബി എന്ന് ഡി, ഡി എന്ന് എ. ഡി എന്ന് എയിലോട്ട് പോകുമ്പോൾ നോക്കണേ, I2 എന്ന് പറഞ്ഞ കറണ്ട് നമ്മൾ പോകുന്നത് ഡി എന്ന് എയിലോട്ട്, I2 എന്ന് പറഞ്ഞ കറണ്ട് വരുന്നത് എ എന്ന് ഡിയിലോട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. ഇനി ഇവിടുത്തെ കറണ്ട് ആരാണ്? I2 ആണ്. റെസിസ്റ്റർ ആരാണ്? R ആണ്. അപ്പോൾ I2R ഈക്വൽ ടു 0. 0 കൊടുക്കാൻ കാരണം ഈ ലൂപ്പിൽ എന്തില്ല? ബാറ്ററി സെല്ലില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? 0. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ സെക്കൻഡ് ലൂപ്പ് എടുക്കുന്നു. സെക്കൻഡ് ലൂപ്പ് ആരാണ്? ബി സി ഡി ബി. എവിടെ തുറക്കുന്നു? ബി സി ഡി ബി. ഓക്കെ, ബിയിൽ തുടങ്ങി ബിയിൽ അവസാനിച്ചു. നമുക്ക് അവിടത്തെ ഒന്ന് എഴുതി വെക്കാം. സിമ്പിൾ പരിപാടിയാണ്. ഫസ്റ്റ് ബി എന്ന് സി, സെയിം ഡയറക്ഷനിൽ കറണ്ട് കിടപ്പുണ്ട്. ആരാണ്? I3. അവിടുത്തെ റെസിസ്റ്റർ Q, അപ്പോൾ I3Q. ഇനി സി എന്ന് ഡിയിലോട്ട് പോകുന്നു. സി എന്ന് ഡിയിലോട്ട് പോകുമ്പോൾ നോക്കണേ, നമുക്കെതിരെ ഒരു കറണ്ട് വരുന്നുണ്ട്. ആരാണ്? I4. ഇവിടുത്തെ റെസിസ്റ്റർ S ആണ്. അപ്പോൾ എതിരെ വരുന്നുണ്ട്, മൈനസ് കൊടുത്തു. I4S, ശരിയാണോ? ഇനി ഡി എന്ന് എങ്ങോട്ട് പോകണം? ബിയിലോട്ട്. എന്തെങ്കിലും ലൂപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഡി എന്ന് ബിയിലോട്ട് പോകുന്നു. അവിടെ നമുക്ക് എതിരെ ഒരു കറണ്ട് വരുന്നില്ലേ? IG, അത് മൈനസ് കൊടുക്കുന്നു. IGG ഈക്വൽ ടു 0. ശരിയാണോ? അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ I1P IGG മൈനസ് I2R ഇസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ I3Q മൈനസ് I4S മൈനസ് IGG ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മളൊരു ചെറിയ പരിപാടിയാണ്. ഈ മൈനസിനെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു, ഈ മൈനസിനെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോഴതെല്ലാം എന്താവും? പ്ലസ് ആവും. പിന്നെ അതുപോലെ നമ്മുടെ ബ്രിഡ്ജ് ഒരൊറ്റ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. ഒരു കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നു? ബാലൻസ്. ബ്രിഡ്ജിന് എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ IG എന്നുള്ള കറണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 0 ആയിട്ട് എടുക്കണം. ഒരു വിസ്റ്റോൺ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആണെങ്കിൽ ഗാൽവനോമീറ്ററിലെ കറണ്ട് ബാലൻസ്ഡ് കണ്ടീഷൻ നമ്മുടെ സംഭവം ഇത്രേ ഉള്ളൂ. ഗാൽവനോമീറ്ററിലെ കറണ്ട് നമ്മൾ 0 ആയിട്ട് എടുക്കും. അപ്പോൾ IG എന്ന് പറഞ്ഞ ടൈം എന്തായിട്ട് മാറും? 0. അപ്പോൾ ഇക്വേഷൻ IG പറഞ്ഞ എല്ലാ ടൈമിലും നമുക്ക് എന്ത് ചെയ്യാൻ? വെട്ടിക്കളയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്പർ 1. ഈ IG പറഞ്ഞ ടൈം പോയി കഴിഞ്ഞാൽ I1P മാത്രമുണ്ട് ഇവിടെ. ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? പ്ലസ്. അപ്പോൾ I1P ഈസ് ഈക്വൽ ടു I2R. ഇക്വേഷൻ നമ്പർ നമുക്ക് 3 ആയിട്ട് എടുക്കാം. ശരിയല്ലേ? ഇനി അടുത്ത് ഇവിടെ നോക്കി, രണ്ടാമത്തെ ഇക്വേഷൻ നോക്ക്. I3Q, ഈ മൈനസ് ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ്. I4S. ഇനി IG എന്ത് ചെയ്തു? ക്യാൻസൽ ആയിപ്പോയി. ഇത് ഇക്വേഷൻ നമ്പർ 4. നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കിട്ടി. അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 4 കിട്ടി. ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ക്രിച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂളാണ്. ക്രിച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂൾ ഞാൻ ഇവിടെ സൈഡിലൊന്ന് ജസ്റ്റ് എഴുതിയാണേ. ഇവിടെ നോക്ക്, ബി എന്ന് പറയുന്ന ജംഗ്ഷൻ, ബി എന്ന് പറയുന്ന ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ടുകൾ ആരൊക്കെ? I1. ഓക്കെ, ബി എന്ന് പോകുന്ന കറണ്ട് ആരൊക്കെയാണ്? I3 IG. ബി ഈക്വൽ ടു I3 പ്ലസ് IG. അപ്പോൾ I1 എന്ന് പറഞ്ഞ കറണ്ട് I3 IG ആയിട്ട് മാറി. ഇതിൽ IG എന്താണ്? 0 അല്ലേ? IG 0 അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അങ്ങനെയാണ് നമുക്ക് കിട്ടിയില്ലേ? I1 ഇസ് ഈക്വൽ ടു എന്താണ്? I3. ഇനി അതുപോലെ തന്നെ ഞാൻ ഇവിടെ താഴെ രണ്ടാമത്തെ ജംഗ്ഷൻ എടുക്കുകയാണ് D. അപ്പോൾ D എന്ന് പറഞ്ഞ ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് നമുക്കൊന്ന് എഴുതാം. I2. ഡിയിലോട്ട് വരുന്ന കറണ്ട് I2 പ്ലസ് മുകളിൽ നിന്ന് കറണ്ട് IG. പോകുന്ന കറണ്ട് എന്തായിട്ട് മാറി? I4 ആയിട്ട് മാറി. ഇവിടെയും IG 0 അല്ലേ? അങ്ങനെയാണ് നമുക്ക് I2 ഈസ് ഈക്വൽ ടു I4ഉം I1 ഈസ് ഈക്വൽ ടു I3 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. ഇത് നേരത്തെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. ഈ മൂന്നാമത്തെ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. സംഭവം സിമ്പിളാണ്. I1P ഡിവൈഡഡ് ബൈ I3Q ഈക്വൽ ടു I2R ഡിവൈഡ്
പഠിച്ചില്ലേ? I1 I3 ഈക്വൽ വെട്ടിപ്പോയി, I2 I4 ഈക്വൽ അതും വെട്ടിപ്പോയി. ഫൈനൽ ആൻസർ കിട്ടുന്നു P/Q ഈസ് ഈക്വൽ ടു R/S. ഇതാണ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ. P/Q ഈസ് ഈക്വൽ ടു R/S. ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ജംഗ്ഷൻ എടുക്കുന്നു, ABD ഒരു ലൂപ്പ് എടുക്കുന്നു, ABDA. ഓക്കെ, ആ ലൂപ്പ് ഒന്ന് എഴുതി വെക്കാം. ആ ലൂപ്പിൽ A നിന്ന് ബിയിലോട്ട് ഇവിടെ ഉള്ള കറണ്ട് I1P തിരിച്ച് ബി നിന്ന് ഡിയിലോട്ട് IGG പ്ലസ് IGG. ഓക്കെ അല്ലേ? തിരിച്ച് ഡി നിന്ന് എയിലോട്ട് ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? മൈനസ് I2 റെസിസ്റ്റർ R ഈക്വൽ ടു 0. ഇനി ഗാൽവനോമീറ്ററിലെ കറണ്ട് നമ്മൾ ബാലൻസ് കണ്ടീഷൻ ആകുമ്പോൾ 0 ആയിട്ട് പോകും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? I1P ഈസ് ഈക്വൽ ടു ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് I2 R. ഇക്വേഷൻ നമ്പർ ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തു. ഇനി രണ്ടാമത്തെ ലൂപ്പ് BCDP. ഇവിടെ നോക്കിക്കോ, ഇവിടുത്തെ ബിന്ന് സിയിലോട്ട് പോകുമ്പോൾ I3Q. ഇനി സിന്ന് ഡിയിലോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റാണ് പറഞ്ഞത്, അതുകൊണ്ട് മൈനസ് കൊടുത്തു, മൈനസ് I4S. ഓക്കെ, തിരിച്ച് ഇവിടെ നിന്ന് ഓപ്പോസിറ്റാണ് ഡിന്ന് ബിയിലോട്ട്, അത് മൈനസ് IGG. ഓക്കെ, ഇനി ബ്രിഡ്ജ് ബാലൻസ് ആയിട്ട് IGയിൽ അത് വെട്ടിപ്പോയി, ഈക്വൽ ടു 0 ആണ്. ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. അങ്ങനെ നമുക്ക് എഴുതാം I3Q ഈസ് ഈക്വൽ ടു I4S. ശരിയല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 3, ഇത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുത്തു. ഇനി നമ്മളൊരു ചെറിയ പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഏത് പോയിന്റിലാണ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്തത്? ബി എന്ന് പറഞ്ഞ പോയിന്റ്. ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വരുന്ന കറണ്ട് ആരൊക്കെയാണ്? I1. അവിടെ നിന്ന് പോകുന്ന കറണ്ട് IG 0 ആണ്, നമ്മൾ എഴുതുന്നില്ല. I3. അപ്പോൾ I1 ഇസ് ഈക്വൽ ടു I3. അടുത്ത് ഡി എന്ന് പറഞ്ഞ പോയിന്റ്, ഡി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് എൻ്റർ ചെയ്യുന്ന കറണ്ട് I2 പ്ലസ് IG 0 എഴുതണ്ട. അവിടെ നിന്ന് പോകുന്ന കറണ്ട് I4. അങ്ങനെയാണ് നമുക്ക് കിട്ടി I1 I3 ഈക്വൽ, I2 I4 ഈക്വൽ. ഇനി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരും I1P ബൈ I3Q is equal to I2R by I4S. ഇതിൽ I1 I3 വെട്ടിപ്പോയി, I2 I4 വെട്ടിപ്പോയി. ഫൈനൽ ആൻസർ കിട്ടുന്നു P/Q is equal to R by S. അത്രയേ ഉള്ളൂ കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ.